റമദാൻ മാസം തുടങ്ങാൻ നിൽക്കുകയാണ് പലരും വർക്കൗട്ട് നിർത്താൻ. ചിലരൊക്കെ ആ സമയം നോക്കി വർക്കൗട്ട് തുടങ്ങാം. അപ്പോൾ ഈ വർക്കൗട്ട് നിർത്തുന്നവരെ ചിന്തിക്കുന്നത് എന്താണ്? ആ ഒരു മാസം തീരെ വർക്കൗട്ട് ചെയ്യാനൊന്നും കഴിയില്ല. കാരണം എന്താണ്? ഭക്ഷണം രാവിലെയൊക്കെ കഴിക്കാതിരിക്കുന്നതല്ലേ. നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ആ ഒരു മാസം വർക്കൗട്ട് ചെയ്യാൻ കഴിയും. നമ്മളെ മനസ്സാണല്ല. അപ്പോൾ റമദാൻ മാസം ഏത് സമയത്താണ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ ഉചിതം? ഒന്ന് വൈകുന്നേരങ്ങളിൽ, അതായത് നോമ്പ് തുറക്കുന്നതിൻ്റെ ഒരു 2 മണിക്കൂർ മുമ്പൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. ഒരു 45 മിനിറ്റ് വർക്കൗട്ട് ചെയ്താൽ മതി. അതിനുശേഷം രണ്ടാമത്തെ ഓപ്ഷനായിട്ട് നമുക്ക് നോമ്പ് തുറന്നു കഴിഞ്ഞ് ഫ്രൂട്ട്സ് അതുപോലെ ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം വന്ന് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. ഇനി മൂന്നാമത്തെ ഓപ്ഷനാണ് ആ ഒരു സമയം നോമ്പൊക്കെ തുറന്ന് ആവശ്യത്തിന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് 9 മണിക്കോ 10 മണിക്കോ ഒക്കെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. സാധാരണ രീതിയിൽ ജിമ്മുകൾ ഒരു 11:30-12 മണി വരെയൊക്കെ തുറക്കാറുണ്ട്. എൻ്റെ ജിമ്മ് 12 മണി വരെ തുറക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു 3 ഓപ്ഷനിൽ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ മറ്റൊരാളെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, നോമ്പാവാൻ നിൽക്കുകയാണ് വർക്കൗട്ട് തുടങ്ങാൻ. അപ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താണ്? ആ ഒരു മാസം ഭക്ഷണം പാടെ കട്ട് ചെയ്ത്, രാവിലെ തന്നെ ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ, പിന്നെ രാത്രി കൂടെ ഭക്ഷണം പാടെ കട്ട് ചെയ്ത് വെള്ളം മാത്രം കുടിച്ച് അല്ലെങ്കിൽ ജ്യൂസ് മാത്രം കുടിച്ച് പാടെ ഭാരം കുറക്കണം എന്നുള്ള ഒരു രീതിയിലേക്കാണ് അവർ വരുന്നത്. അതും ഒരു തെറ്റായ രീതിയാണ്. നിങ്ങൾ എണ്ണക്കടികളൊക്കെ ഒഴിവാക്കിയാൽ മതി. പ്രോട്ടീനുള്ള ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് കഴിക്കാം. അതിലൊന്നും നിങ്ങൾ ഒരിക്കലും ഭാരം കൂടില്ല. ഈ നോമ്പ് മാസത്തിൽ ആവശ്യത്തിന് നിങ്ങൾ ഭാരം കുറയും. നിങ്ങൾ അനാവശ്യമായിട്ട് ഭക്ഷണം പാടെ കട്ട് ചെയ്ത് ഭാരം കുറയ്ക്കാനുള്ള ശ്രമം നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ശാരീരികമായിട്ട് കുറേ അധികം പ്രശ്നങ്ങളുണ്ടാവും.